ഹായ്, ഷാഹുലാണ്. നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് പയനീറിൻ്റെ ഒരു ട്രാവലിംഗ് റോഡാണ്. ഇത് കണ്ടോ, ഇതാണ് പയനീർ ട്രാവൽ റോഡ്. പയനീർ ട്രാവലർ ടൂർണമെൻറ്റ് XF എന്ന് പറഞ്ഞിട്ടുള്ള റോഡാട്ടത്. ഇത് പവർ ഗ്രാഫൈറ്റ് ആണ് റോഡ് വരുന്നത്. പിന്നെ ഇതിലെ ട്രാക്ക് വെയിറ്റ് എന്ന് പറയുന്നത് 3.5 മുതൽ 7.700 ഗ്രാം വരെ 7 kg വരെ വരുന്ന ട്രാക്ക് വെയിറ്റ്. കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നത് 10 to 28 ഗ്രാം, 10 to 28 ഗ്രാമാണ് കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നത്. ആക്ഷൻ മീഡിയ കേട്ടോ. ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കേസ് ഉണ്ടല്ലോ, ഇത് ബമ്പ ഹെവിയാണ്. ഇത് നമ്മൾ കയറി നിന്നവരെ പോകാത്തൊരു ടൈപ്പ് ട്രാവലിംഗ് റോഡാണ്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലോസിംഗ് ലെങ്ത്ത് എന്ന് പറയുന്നത് 57 സെൻറ്റിമീറ്റർ കേട്ടോ. ക്ലോസിംഗ് ലെങ്ത്ത് 57 സെൻറ്റിമീറ്റർ. നമ്മൾ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു മുട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരുന്ന ഇതാണ് വരുന്നത് റോഡ്. അത് നമ്മൾ ഓപ്പൺ ആക്കി കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഓപ്പൺ ആക്കിയാൽ ഇതാണ് ഓപ്പണിങ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് 2 സെക്ഷനാട്ടോ വരുന്നത്. 2 സെക്ഷൻ എന്ന് പറഞ്ഞാൽ 6 ഫീറ്റും ആണെങ്കിൽ 6 ഫീറ്റ് ആയിട്ട് ഉപയോഗിക്കാം, 7 ഫീറ്റും ആണെങ്കിൽ 7 ഫീറ്റും ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും ഈ റോഡ്. പയനീറിൻ്റെ ട്രാവലർ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റോഡ്. ഇതിൽ രണ്ടും. പിന്നെ ഇതിൻ്റെ അടുത്ത സെക്ഷൻ വരുന്നത് 8 ഫീറ്റും 9 ഫീറ്റും. ഒറ്റ റോഡ് തന്നെ 2 സെക്ഷൻ, 2 ലെങ്ത് ആക്കിയിട്ടാണ് പയനീർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സേഫ്റ്റി ഉണ്ട്, കേസിൻ്റെ ഇവിടെ ഒരു തെർമോക്കോൾ ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ കേട്ടോ ബോക്സർ. നമ്മളൊരാൾ കയറി ഇന്നവരെ റോഡിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഞാൻ റോഡിൻ്റെ ഇത് കാണിച്ചു തരാം. അതിൽ കവറിലായിട്ട് തന്നെ സെയിം തന്നെ കേട്ടോ കൊടുത്തിട്ടുണ്ട്. പവർ ഗ്രാഫൈറ്റ് 6 or ഇവിടെ എഴുതിയിട്ടുള്ളത് 6 or 7 ഫീറ്റ് ലെങ്ത്ത് വരുന്നത്. പിന്നെ കാസ്റ്റിംഗ് വെയിറ്റ് 10 to 28 ഗ്രാം. ഇത് ഓപ്പൺ ആക്കിയാൽ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഫസ്റ്റ് പാർട്ടിലുണ്ടോ നല്ല അടിപൊളി കളറ്, ഡിസൈന്, കാര്യങ്ങളൊക്കെ ഇതിന് കേട്ടോ. അൾട്രാ സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ള. പിന്നെ നമ്മൾ റീലിടുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ഇത് സാധാ പയനീറിൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം പയനീറിൻ്റെ തന്നെ കൊടുത്ത് ഗ്രാഫൈറ്റ് ആണ് റോഡ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ്. ഈ അടുത്ത പാർട്ടിൽ നമ്മളെ ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ യെല്ലോ കളർ എംബ്ലം കൊടുത്തിട്ടുണ്ട് 6 എന്നുള്ളത്. അതായത് 6 ഫീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 7 പാർട്ടിന് വേറെ നമ്മൾ ഡയറക്റ്റ് വരുന്നുണ്ട്. ഇതാണ് 6 ഫീറ്റ് യെല്ലോ കളറിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈൻ കപ്പാസിറ്റി 7 to 17 LB ലൈനിൻ്റെ കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളത്. പിന്നെ kg വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. കാസ്റ്റിംഗ് വെയിറ്റ് 28. ഇത് ആക്ഷൻ മീഡിയ കേട്ടോ, മീഡിയം ആക്ഷനാണ് റോഡിന് വരുന്നത് 6 ഫീറ്റിൻ്റെ ഈ ഒരു സെക്ഷന്. അടുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വരുന്നത് അടുത്ത്. ഈ ട്രാവൽ ടൂർണമെൻറ്റ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഇതാണ്. ഇതിൽ യെല്ലോ എംബ്ലം കൊടുത്തിട്ടുള്ളത് 7 ഫീറ്റിനാണ്. ഇത് 7 ഫീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് കൊടുക്കുക. 6 ഫീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് ഒഴിവാക്കിയിട്ട് ഇതിനെ ഡയറക്റ്റ് കൊടുത്താൽ ഇതാണ് 6 ഫീറ്റ് ആക്കിയിട്ട് കിട്ടും. ഇത് കാസ്റ്റിംഗ് വെയിറ്റ് 28 തന്നെയാണ്. സെയിം തന്നെ ആക്ഷൻ മീഡിയം തന്നെയാണ് 7 ഫീറ്റിലും ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ഓപ്ഷൻ. സെക്കൻഡ് പാർട്ടിൽ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ 7 ഫീറ്റ് എന്നുള്ളതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗൈഡ് കണ്ടോ, ഗൈഡ് ഫുജിയാണ് വരുന്നത്. പക്ഷേ റീല് കൊടുക്കുന്ന സെക്ഷൻ ഫുജി അല്ല, നോർമലി പയനീറിൻ്റെ തന്നെയാണ് ഈ ഒരു സാധനം അവർ കൊടുത്തിട്ടുള്ളത്. ഫുജി ഗൈഡും നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫുജി ഗൈഡ് തന്നെ കേട്ടോ. നോർമലി തല്ലിപ്പൊളി സംഭവം ഒന്നുമല്ല, അടിപൊളിയായിട്ട് പയനീറിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡീറ്റെയിൽ, പയനീറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കറക്റ്റ് ഡീറ്റെയിൽ അവർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് റോഡ് വരുന്നത് എന്നൊക്കെ പറയണത്, ഫസ്റ്റ് വരുന്നത് 6 to 7 ഫീറ്റ് ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ 7 to 8 ഫീറ്റ്, 8 to 9 ഫീറ്റ്, 9 to 10 ഫീറ്റ്, 6 to അങ്ങനെ വരുന്നത്. പിന്നെ ഇതിൽ ബെയ്റ്റ് കാസ്റ്റിംഗ് മെഷീൻ ഉപയോഗിക്കാനുള്ളൊരു ഇത് വരുന്നത് 6 to 7ഉം 7 to 8ലാണ് കൊടുത്തിട്ടുള്ളത്. നോർമലി സ്പിന്നിങ് മോഡൽ റെയിലിലേക്ക് 9 to 8 ഫീറ്റ് വരുന്നുണ്ട്. പിന്നെ ഫുജി ഗൈഡ് ഫുജിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ആയി കാണിച്ചു തരാം. ഇതിൽ മൂന്നാമത്തെ പാർട്ട് തന്നെയാണ് വരുന്നത്. ഇതിൽ പിന്നെ എഴുത്തും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ ജോയിൻ്റ് ആക്കുന്നതിന് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ട ഈ ഒരു മാർക്ക് സംഭവമാണ് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതിങ്ങനെ വരും. ഇനി അടുത്ത പാർട്ടുകൾ നമ്മൾ കാണിക്കാം. ഇത് അടുത്തത് ലാസ്റ്റ് പാർട്ടാട്ടത്. ഇതാണ് ലാസ്റ്റ് പാർട്ട്. നമ്മൾ ഓപ്പൺ ആക്കുക.
ജസ്റ്റ് ഒരു ബബിളൊക്കെ വെച്ചിട്ട് ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വരാതെ ഇരിക്കാനുള്ള ഫുജിയാണ്. നല്ല അടിപൊളി ഫുജി ഗൈഡ് തന്നെ കേട്ടോ കൊടുത്തുള്ളത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചിട്ട് ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് 7 ഫീറ്റിലേക്ക് കൊടുക്കാം. 7 ഫീറ്റിൻ്റെ ഉണ്ട് ഫസ്റ്റ് സെക്ഷൻ 7 ഫീറ്റിന് കൊടുക്കുക. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, ഇവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഈ മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇവിടെ ഒരു വൈറ്റ് മാർക്ക് ഉണ്ടോ, ഈ വൈറ്റ് മാർക്കിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഗൈഡ് കറക്റ്റായിട്ട് വരും. അടുത്തത് ഏറ്റവും എൻഡ് പാർട്ട്, ഇതാണ് 7 ഫീറ്റ് എന്ന് പറയുന്നത്. ഇത്ര ലെങ്ത് വരുന്നത്. ഇതിൻ്റെ ആക്ഷൻ നമുക്ക് നോക്കിയാൽ അത്യാവശ്യം അടിപൊളി ആക്ഷൻ ആട്ടോ. സംഭവം വെയ്റ്റ്ലെസ് ആണ്, റോഡ് വെയ്റ്റ്ലെസ് ആണ് വരുന്നത്. നല്ല ആക്ഷൻ ഉണ്ട്. ഇത് 7 ഫീറ്റിൽ വരുന്നത്. ഇനി 6 ഫീറ്റിൻ്റെത് കാണിച്ചു തരാം. 6 ഫീറ്റിൻ്റെ എന്താണ്, ഈ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇവിടുന്ന് ഇത് മാറ്റുക, ഈ ഒരു ഭാഗം മാറ്റി വെക്കുക. ഈ ഒരു ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 ഫീറ്റ് ആക്കാൻ പറ്റും. ഉണ്ടോ, ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ അതുപോലെ തന്നെ മാർക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കറക്റ്റാക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇത് 6 ഫീറ്റായി. ഇതാണ് 6 ഫീറ്റിൻ്റെ ഇത്. സിമ്പിളാണ്, വെയിറ്റ് ഇല്ല, വെയ്റ്റ്ലെസ് ആണ്, നല്ല ഹെവിയാണ്. ഫുജി ഗൈഡാണ്. സിമ്പിളായിട്ട് കൊണ്ടു നടക്കാനും കാര്യങ്ങൾക്കും ഹെവി ആയിട്ട് നമ്മളെ ലഗേജിലോ കാര്യങ്ങൾ ഫ്ലൈറ്റ് യാത്ര എവിടെ കൊണ്ടുപോയിട്ടും നമ്മൾ ഡിക്കിൽ എങ്ങനെ കൊണ്ടുപോയിട്ട് വിടാം. ഇതിന് എന്ത് വെയിറ്റ് വന്നിട്ടാലും ഡാമേജ് ആവില്ല ഈ ഇതിലിട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് 6 ഫീറ്റിൻ്റെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് 6-ലിടുമ്പോൾ വരുന്നത്. 125 ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. റോഡ് വെയിറ്റ് വരുന്നത് വെറും 125 ഗ്രാമാണ്. ഇത് 7 ഫീറ്റിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത് 7 ഫീറ്റിലായിട്ട്. അപ്പോൾ 7 ഫീറ്റിലാകുമ്പോൾ മറ്റത് 125 വരുന്നത്. 110 ഗ്രാമിൻ്റെ വ്യത്യാസമാണ്. 125 ഗ്രാം 6 ഫീറ്റും 135 ഗ്രാം നമ്മളെ 7 ഫീറ്റിലും വരുന്നുണ്ട്. ഇനി ഇതെല്ലാം ടോട്ടൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മാത്രം വെയിറ്റ് ചെയ്യാൻ, ഈ കവറിന് നല്ല ഹെവിയാണ് കവർ. ഇതിൻ്റെ മാത്രം വെയിറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കവർ ഭയങ്കര ഹെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. റോഡ് വെയിറ്റ് 125 135 ഉള്ളെങ്കിലും കവറിന് മാത്രം 620 ഗ്രാം വരുന്നുണ്ട്. ഈ കേസിന് മാത്രം, ഇതിൻ്റെ കേസിന് മാത്രം 620 ഗ്രാം വരുന്നുണ്ട്. 620 പ്ലസ് 125 ഇട്ടാൽ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ്, അല്ലെങ്കിൽ 135 ഇട്ടാൽ ടോട്ടൽ വെയിറ്റ് കണക്കാം. ഇതിൻ്റെ അടുത്ത ഒരു ഇതും കൂടെ ഉണ്ട്, ഞാൻ വീഡിയോ ഇട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ വേറൊരു സെക്ഷനും കൂടി വരുന്നുണ്ട്, അത് കാണിച്ചു തരാം അതിൽ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് പയനീറിൻ്റെ ട്രാവലർ ടൂർണമെൻറ്റ് XF എന്ന് പറഞ്ഞ റോഡ്. ബാക്കി ഡീറ്റെയിലുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ UAE വരികയാണെങ്കിൽ നമ്മളെ അൽബാർ ഷോപ്പിലുണ്ടാവും. ഇനി അല്ല നിങ്ങൾക്ക് പയനീറിൻ്റെ റോഡ് എവിടെ നിന്ന് കിട്ടും നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നല്ല അടിപൊളി റോഡാട്ടോ, ഒരു കുഴപ്പമില്ല, നല്ല ഉഷാർ റോഡാണ്. വെയ്റ്റ്ലെസ് ആണ്, ഹെവിയാണ്, ഫുജിയാണ് ഗൈഡ് എല്ലാം വരുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത പ്രൊഡക്റ്റായിട്ട് കാണാം. ബൈ.